ലൈംഗിക പീഡന പരാതിയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ്. ഹൈബി ഈഡൻ, അടൂർ പ്രകാശ്, എ പി അനിൽകുമാർ എന്നിവർക്കെതിരെയാണ് കേസ്. സോളാർ പദ്ധതിക്ക് സഹായം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, സോളാറുമായി ബന്ധപ്പെട്ടുള്ള പീഡനത്തിന്റെ തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കേസാണോ? വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും നേരത്തെ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സോളാർ സംരംഭകയായ തിരുവനന്തപുരം സ്വദേശിയായ വനിതയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഒരു പറ്റം നേതാക്കൾക്കെതിരെ അന്വേഷണം നടത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നീട് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിരുന്നു. ഒപ്പം പരാതിക്കാരി വീണ്ടും സർക്കാരിനെ സമീപിച്ച് പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവർ അന്വേഷണത്തിൽ വേഗത പോരാ എന്നാരോപിച്ച് കഴിഞ്ഞ മാസം ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കേസിൽ സമഗ്രമായ അന്വേഷണം നടന്നു വരികയാണ്. വളരെ ഗൗരവതരമായ കുറ്റം ആയതിനാൽ സമഗ്രമായ അന്വേഷണമാണ് നടക്കുന്നതെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു തുടർ നടപടി എന്ന രീതിയിൽ തന്നെയാണ് കൃത്യമായ നിയമോപദേശങ്ങൾ തേടിയ ശേഷമാണ് ഇപ്പോൾ എഫ്ഐആർ സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. അതായത് സോളാർ സംരംഭം നടത്തുന്നതിന് സർക്കാർ സഹായം തേടി എത്തിയ യുവതിയെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ഈ ഹൈബി ഈഡൻ, അടൂർ പ്രകാശൻ, എ പി അനിൽകുമാർ എന്നിവർ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ജനപ്രതിനിധികളുടെ കോടതിയിലാണ് ഇപ്പോൾ എഫ്ഐആർ സമർപ്പിച്ചിരിക്കുന്നത്. അനീഷ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പരാമർശിക്കപ്പെടുന്ന പേരുകളാണ് ഇതിനകത്ത് ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർത്ത് ദുരുപയോഗം ചെയ്യുകയാണെന്നുള്ള ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ടോ? നേരത്തെ തന്നെ ഈ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരുന്നു. കാരണം സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ കേസെടുക്കും എന്നുള്ള പരസ്യമായ പ്രഖ്യാപനങ്ങളടക്കം ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇതിന്റെ തുടർ നടപടികൾ നടക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും വലിയ പ്രതിരോധം ഈ വിഷയത്തിൽ ഉയർത്തിയിരുന്നു. ഇതിന് ഒരു തുടർച്ച എന്ന വണ്ണം തന്നെ കാര്യങ്ങൾ കൂട്ടി വായിക്കാം. കാരണം ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ രാജ്യം എത്തി നിൽക്കുന്നു. ഈ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന ആളുകൾ എല്ലാം തന്നെ പല മണ്ഡലങ്ങളിലായി മത്സരിക്കാൻ സന്നദ്ധരായി നിൽക്കുന്നു. അവരുടെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടും എന്ന സൂചനകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വളരെ പെട്ടെന്ന് ഇത്തരം ഒരു നടപടിക്രമം അല്ലെങ്കിൽ ഇവർക്കെതിരായ എഫ്ഐആർ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മറുവശത്ത് മറ്റൊരു കാര്യം കൂടി പരിഗണിക്കാം. കാരണം ഈ പരാതിക്കാരിയായ സ്ത്രീ ഹൈക്കോടതിയെ സമീപിച്ച് താൻ നൽകിയ പരാതിയിൽ കേസന്വേഷണം എഴുതി നീങ്ങുകയാണ്. കാര്യമായ അന്വേഷണം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്ന് കാണിച്ച് ഇത് വേഗത്തിലാക്കണം എന്ന് കാട്ടി ഒരു ഹർജി നൽകിയിരുന്നു. എന്നാൽ ഈ ഹർജിയിലെ മറുപടി നൽകിയ സർക്കാർ പറഞ്ഞത് കൃത്യമായ അന്വേഷണം നടത്തും. കുമാർ, കൊച്ചിയിൽ നിന്ന് സോളാർ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു.